ഞാനിപ്പോൾ ബ്രസീലിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു റൂട്ട് മാപ്പും ഇല്ല, എൻ്റെ കൂടെ ഒരു ഗൈഡും ഇല്ലാതെ ആമസോൺ കാട്ടിൽ കൂടെ നടന്ന് എനിക്ക് കൊളംബിയയിൽ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഇറങ്ങി തിരിച്ചാൽ ഞാൻ കൊളംബിയയിൽ എത്തില്ല എന്ന് മാത്രമല്ല, ഞാൻ ജീവിച്ചിരുന്നാൽ തന്നെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ കയ്യിൽ അങ്ങോട്ട് പോകാനുള്ള റൂട്ട് മാപ്പില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ വഴികളിൽ കൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഏതൊക്കെയാണ് വിശ്രമിക്കാനായി തിരഞ്ഞെടുക്കേണ്ട സേഫ് ആയിട്ടുള്ള പ്ലേസസ് എന്ന് എനിക്കറിയില്ല. ഇതൊന്നും പറഞ്ഞു തരാൻ എൻ്റെ കൂടെ ഒരു ഗൈഡും ഇല്ല. ഇനി എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. കാരണം ഫിറ്റ്നസ് എന്ന് പറയുന്നത് വലിയൊരു യാത്രയാണ്. അതിന് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. നിങ്ങൾ ഏത് റൂട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നും നിങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തീരുമാനിച്ചിരിക്കണം. അതുപോലെ എത്ര നാളുകൊണ്ട് നിങ്ങൾക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും എവിടേക്കാണ് നിങ്ങൾ ഇടവേളകൾ എടുക്കേണ്ടതെന്നും നിങ്ങൾ ഈ യാത്രയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അവസാനമായി നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ നിങ്ങളുടെ കൂടെ ഒരു ഗൈഡോ അല്ലെങ്കിൽ ഒരു ട്രെയിനറോ വേണോ എന്നും നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കണം. സോ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടൊരു റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂട്ട് മാപ്പിനെ ബേസ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കണം എന്ന് താല്പര്യമുള്ളവർ നേരെ എൻ്റെ ബയോയിൽ കയറുക. അവിടെ ഗോൾ സെറ്റിംഗ് കോൾ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഫോം അവിടെ കാണും, അത് ഫില്ല് ചെയ്യുക. അവിടെ ഫീസും സ്ട്രക്ചറും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിന് മുമ്പായി 1 മണിക്കൂറെങ്കിലും യാതൊരു ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷനും ഇല്ലാത്ത ടൈം ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നാൽ നഷ്ടം നിങ്ങൾക്കായിരിക്കും. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് കോൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെയൊരു സെക്ഷൻ ഞാൻ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. സോ അവൈലബിൾ ആയിട്ടുള്ള ടൈമിങ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസ് കൂടായിരിക്കും. See you soon.